നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ ലക്ഷക്കണക്കിന് നാളികേര കർഷകരെ സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് ബെന്നി ബെഹനാൻ MP. തൊടുപുഴയിൽ KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10,000 അധ്യാപകർ പങ്കെടുത്ത പ്രകടനത്തെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിന്മേൽ പ്രതിഷേധം കനക്കുന്നു. ഇത് സംബന്ധിച്ച് മൂന്നാർ DFOയുടെ ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോസ് കറിയ പറഞ്ഞു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത്, സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കായി ഉണർവ് 2024 കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ ഓടയുടെ സ്ലാബ് തകർന്ന നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഇതുവരെ അധികൃതർ കണ്ടമിട്ട് വയ്ക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ലക്ഷക്കണക്കിന് നാളികേര കർഷകരെ സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. പുറപ്പുഴ ജോയി കുര്യനാലിന്റെ പുരയിടത്തിൽ നടന്ന കേര കർഷക സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ കർഷക സംഗമ സന്ദേശം നൽകി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി M മോനിച്ചൻ തെങ്ങിൻ തൈ നട്ടു. കേരളത്തിലെ ലക്ഷക്കണക്കിന് നാളികേര കർഷകരെ സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. പുറപ്പുഴ ജോയി കുര്യനാലിന്റെ പുരയിടത്തിൽ നടന്ന കേര കർഷക സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖല, കാർഷിക മേഖലയുള്ള വിദഗ്ധരെയും കൃഷിക്കാരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും മറ്റ് ബ്യൂറോക്രാറ്റുകളെയും രാഷ്ട്രീയക്കാരെയും എല്ലാം ഒന്നിച്ചിരുത്തി നമ്മൾ ഒരു സെമിനാർ പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, പാർട്ടി അതിന്റെ പദ്ധതി ഇടുന്നുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ ഒരു ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ടാക്കി നമ്മൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള വിവിധ വകുപ്പുകളിലും വിവിധ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിരുന്ന വകുപ്പുകളിൽ നമ്മൾ ഈ പറയുന്ന പുതിയ നയരൂപീകരണത്തിന്റെ ആവശ്യകതയും അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നാളികേരത്തിന് 34 രൂപ സംഭരണ വില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കേന്ദ്രങ്ങളിലൂടെ സംഭരിക്കുന്നതിനോ സംഭരിച്ച നാളികേരത്തിന് വില നൽകുന്നതിനോ സർക്കാരിന് കഴിയുന്നില്ല. മഞ്ഞളിപ്പ് രോഗവും കൂമ്പുചീയലും ഇതര രോഗബാധകളും ഉൽപാദന ചെലവ് വർധനവും കിലോയ്ക്ക് 40 രൂപയെങ്കിലും കിട്ടാത്തതിനാലും കർഷകർ കേര കൃഷിയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരമില്ലാത്ത നാടായി കേരളം മാറുന്ന സ്ഥിതിയിലെത്തിയിട്ടും ബന്ധപ്പെട്ടവർ അക്കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കർഷകരോടുള്ള അവഗണനയാണെന്ന് അബു ജോൺ ജോസഫ് ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു അധ്യക്ഷനായി. സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ കർഷക സംഗമ സന്ദേശം നൽകി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി M മോനിച്ചൻ തെങ്ങിൻ തൈ നട്ടു. ജില്ലാ സെക്രട്ടറിമാരായ ടോമിച്ചൻ P മുണ്ടുപാലം, അഡ്വക്കേറ്റ് ഷൈൻ വടക്കേക്കര, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തമ്പി മാനുങ്കൽ, KA പരീത്, കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളി, മണ്ഡലം പ്രസിഡന്റ് CA തോമസ്, KTUC ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്കറിയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ, മെമ്പർ അച്ചാമ്മ ജോയ്, പാർട്ടി മണ്ഡലം സെക്രട്ടറി ജോർജ് മുല്ലക്കരി, ജോയി കുര്യനാൽ, പാലക്കുഴ മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് ആൻഡ്രൂസ്, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് R ഹരിശങ്കർ, വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ബെന്നി എന്നിവർ പ്രസംഗിച്ചു. ജോൺ കുന്നേൽ, ബാബു വെട്ടിയോലിൽ, ഗോപി പുത്തുക്കാട്ട്, ജോയി തൈൽ എന്നീ കർഷകരെ തെങ്ങിൻ തൈകൾ നൽകിയും ഷോൾ അണിയിച്ചും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മഴവില്ല് 2024 ഭിന്നശേഷി കലോത്സവം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. കലോത്സവത്തിന് ശേഷം വിജയികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 20 അംഗൻവാടികളിലെ ഭിന്നശേഷിക്കാരായവർക്ക് ഒത്തുചേരുവാനും അവരുടെ സർഗ്ഗവാസനകൾ പ്രദർശിപ്പിക്കുന്നതിനുമാണ് മഴവില്ല് 2024 വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയത്.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ച പരിപാടി പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കലാരംഗങ്ങൾ ഒക്കെ വിവിധ കലാപരിപാടികളോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ ക്രമീകരിച്ചത്. പലപ്പോഴും നമ്മുടെ വീടിന്റെ അടക്കാത്ത സ്ഥലങ്ങളിൽ നമുക്ക് നല്ലതോട് കൂടുതൽ പുറത്തേക്ക് പോകാതെ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഭിന്നമായി നമ്മുടെ പുറത്തിറങ്ങി നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കഴിവുകളെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, മാനസികമായി നമുക്കൊരു ശക്തി ലഭിക്കുന്നത്, സമൂഹത്തിൽ നമ്മൾ പിന്നിലല്ല, നമ്മൾ ഒരുമിച്ചാണ് എന്ന് നമുക്ക് മാനസികമായി ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. അതനുസരിച്ചുള്ളതാണ് ഈ പരിപാടികളിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PP കുട്ടൻ, ദിവ്യ സലി, ഷജി ബെസി, CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, ICDS സൂപ്പർവൈസർ നസ്രിൻ നാസർ എന്നിവർ പ്രസംഗിച്ചു. കലോത്സവത്തിന് ശേഷം വിജയികൾക്ക് മൊമന്റോകൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് ബെന്നി ബെഹനാൻ MP. തൊടുപുഴയിൽ KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ഡീൻ കുര്യാക്കോസ് MPയും വനിതാ സമ്മേളനം ജെബി മേത്തർ MPയും ഉദ്ഘാടനം ചെയ്തു. 10,000 അധ്യാപകർ പങ്കെടുത്ത പ്രകടനത്തെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെയും പൊതുസമൂഹത്തെയും വിശ്വാസത്തിലെടുക്കാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബെന്നി ബെഹനാൻ MP അഭിപ്രായപ്പെട്ടു. തൊടുപുഴയിൽ KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2ാം വട്ടം അധികാരത്തിൽ വന്നിരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ, ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, അതുപോലെ തന്നെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമ്പത്തികമായ പരാധീനതകൾ, അങ്ങനെ സങ്കീർണമായ ഒട്ടേറെ പ്രശ്നങ്ങൾ സമൂഹത്തെയും ജീവനക്കാരെയും അധ്യാപകരെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് KPSTA സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ വെച്ച് നടക്കുന്നത് എന്നെനിക്ക് നിങ്ങളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വൈതരണികൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇന്ന് വരെ ഇതുപോലെയുള്ള സങ്കീർണതയിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമുണ്ടോ എന്ന് സംശയിക്കുക. പ്രത്യേകിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, അത് പൊതുവിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്, പ്രൈമറി വിദ്യാഭ്യാസ മേഖലയാണ്. അതിന്റെ അധ്യാപകരും ജീവനക്കാർക്കും നേരെ ഉയർത്തുന്ന വെല്ലുവിളികൾ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ സവിശേഷതകൾ മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ അപകീർത്തിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരമാണ് കേരള സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് എന്ന തരത്തിൽ ഉച്ചഭക്ഷണ പദ്ധതി മുൻപില്ലാത്ത വിധം പ്രതിസന്ധി നേരിടുകയാണെന്നും ബെന്നി ബെഹനാൻ വ്യക്തമാക്കി. ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ സ്വാഗതവും ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ നന്ദിയും പറഞ്ഞു. DCC പ്രസിഡന്റ് CP മാത്യു, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ, റോയ് K. പൗലോസ്, C. പ്രദീപ്, N. ശ്യാംകുമാർ, VM ഫിലിപ്പച്ചൻ, ചവറ ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയും വനിതാ സമ്മേളനം ജെബി മെത്തർ MPയും ഉദ്ഘാടനം ചെയ്തു. 10,000 അധ്യാപകർ പങ്കെടുത്ത പ്രകടനത്തെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം VC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണ്. അതാണ് നമ്മൾ ചോദിച്ചത്. ഈ ആഗോളവൽക്കരണം ഇപ്പൊ എവിടെ പോയി? മസിനഗുഡി വഴി ഊട്ടി പോയോ?
എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല. നിയമസഭയിൽ മറുപടി ഉണ്ടായില്ല. ആ പാവം TP ശ്രീനിവാസൻ സാറ്, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഒരു സെമിനാർ വെച്ചു, വിദേശ സർവകലാശാലകളെ സംബന്ധിച്ച്. സെമിനാറാണ്, തീരുമാനമില്ല, ബഡ്ജറ്റ് പ്രഖ്യാപനമില്ല, ഒന്നുമില്ല, ഒരു സെമിനാർ. ആ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി കോവളത്ത് ചെന്ന TP ശ്രീനിവാസനെ അടിച്ച് നിലത്തിട്ടു SFIക്കാർ. വിദേശ സർവകലാശാല ചർച്ച ചെയ്യാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ആ വിദേശ സർവകലാശാല നടപ്പിലാക്കും എന്ന് ബാലഗോപാലൻ പ്രഖ്യാപിക്കുകയാണ്. ഈ വിദേശ സർവകലാശാലകളെ എണ്ണ തേപ്പിക്കുന്ന ബാലഗോപാലൻ ആരായിരുന്നു? ഈ ബാലഗോപാലൻ ആരായിരുന്നു അറിയോ? കൂത്തുപറമ്പ് സമരം നടക്കുമ്പോഴുള്ള SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ ബാലഗോപാലൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ, EM അഗസ്തി, AK മണി എന്നിവർ പ്രസംഗിച്ചു. വിവിധ സെക്ഷനുകളിൽ സംസ്ഥാന ഭാരവാഹികളായ ഷാഹിദ റഹ്മാൻ, K രമേശൻ, PV ഷാജിമോൻ, N രാജ്മോഹൻ, B സുനിൽകുമാർ, V മണികണ്ഠൻ, B ബിജു, VD അബ്രഹാം, K സുരേഷ്, അനിൽ വെഞ്ഞാറമൂട്, TU സാദത്ത്, GK ഗിരിജ, PV ജ്യോതി, സാജു ജോർജ്, PS ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിന്മേൽ പ്രതിഷേധം കനക്കുന്നു. ഇത് സംബന്ധിച്ച മൂന്നാർ DFOയുടെ ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോസ് കറിയ പറഞ്ഞു. വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പിലാക്കിയാൽ അത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും വിനോസ് കറിയ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 9-ാം തീയതിയാണ് മൂന്നാർ ഡിവിഷന്റെ കീഴിലുള്ള അടിമാലി, നേര്യമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ മാർച്ച് 31-ന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ DFOയുടെ ഉത്തരവിറങ്ങിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയർന്നത്. ഇത് സംബന്ധിച്ച മൂന്നാർ DFOയുടെ ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോസ് കറിയ പറഞ്ഞു. DFO ഓഫീസിന് കീഴിലുള്ള മൂന്നാർ, ദേവികുളം, അടിമാലി, നേര്യമംഗലം അടക്കമുള്ള റേഞ്ചുകളിലെ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം തികച്ചും പ്രതിഷേധാർഹമാണ്. മാർച്ച് 31 അവരുടെ സേവനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവികുളം DFO ഉത്തരവിറക്കിയിരിക്കുകയാണ്. സ്വാഭാവികം നമുക്കറിയാം, ഇന്ന് വന്യമൃഗങ്ങളുടെ ഉപദ്രവം ജനവാസ മേഖലയിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചർമാർക്കാണ് അവർ വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ചറിയാനും അവരെ തുരത്തി ഓടിക്കാനൊക്കെ കഴിയുന്നത് അവർക്കാണ്. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ് കൊണ്ടാണ് താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുകയും കാട്ടുതീ അടക്കമുള്ള വനം കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതെല്ലാം തടയുന്നതിനും വേണ്ടിയാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത്. ദേവികുളം DFO ഇറക്കിയിട്ടുള്ള ആ ഉത്തരവിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. സംസ്ഥാന ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ATUC മന്ത്രിയെ കണ്ട് ഈ പ്രതിഷേധം അറിയിക്കുകയും ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഉത്തരവ് പിൻവലിക്കാത്ത സാഹചര്യമുണ്ട് ശക്തമായ പ്രതിഷേധവുമായി, ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പിലാക്കിയാൽ അത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും വിനോസ് കറിയ വ്യക്തമാക്കി. ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം, വനവിഭവ ശേഖരണം, വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും.
മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത്, സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കായി ഉണർവ് 2024 കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുട്ടം റൈഫിൾ ക്ലബ് ഹാളിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു നിർവഹിച്ചു. സംഗമത്തിൽ മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന ചികിത്സയിലുള്ള രോഗികൾക്ക് സന്തോഷവും മാനസിക ഉല്ലാസവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമുക്ക് കൈകോർക്കാം, ചേർത്ത് പിടിക്കാമെന്ന ആപ്തവാക്യമുയർത്തി പാലിയേറ്റീവ് രോഗികൾക്കായി ഉണർവ് 2024 കുടുംബസംഗമം നടത്തിയത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുട്ടം റൈഫിൾ ക്ലബ് ഹാളിൽ ചേർന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഞങ്ങളെപ്പോലെയുള്ളവർ വെളിയിൽ പോയി കഴിയുമ്പോൾ അവർക്കൊന്നും വരാനോ പാലിയേറ്റീവുകാർ വരുമോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാരണന്മാർ അവർ ഭയങ്കരധികം സന്തോഷമാണ്. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരോട് പറയുമ്പോൾ വളരെയധികം അവർക്ക് സന്തോഷം നിറഞ്ഞ ഒരു ദിനമായിട്ടാണ് അവർ കാണുന്നത്. അവരുടെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർ ചോദിക്കും വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ അന്നേരം പറയണം. അപ്പോൾ തന്നെ അവരുടെ പകുതി അസുഖങ്ങളും മാറുന്നു. അപ്പോൾ അവർക്കൊരു പരിചരണം എന്നുള്ള രീതിയിൽ നമുക്ക് മെഡിസിനെ കഴിഞ്ഞും കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഒരു തൊട്ടുള്ള ഒരു തലോടൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഇതേപോലെ തന്നെ പാലിയേറ്റീവ് കിടപ്പ് രോഗികളാണ്. അന്നും ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മഹത്തരമായി ഞാൻ കാണുന്നു. കാരണം അവർ വരുമ്പോൾ അച്ഛനും അമ്മയാണേലും വന്നു ഭയങ്കര സന്തോഷത്തോടുകൂടി അവരോട് പെരുമാറുകയും മക്കളെ കഴിഞ്ഞും കൂടുതലായിട്ടാണ് അവരെ കാണുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നുള്ള അനുഭവങ്ങൾ പറയുകയും അവരെ ഒന്ന് സ്നേഹത്തോടെ തലോടുകയും അവരെ തൊട്ട് തലോടുമ്പോൾ തന്നെ അവരുടെ സന്തോഷങ്ങൾ ഏറ്റവും വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി DMO ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CV സുനിത, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പൊന്നാട്ട്, മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ജോസഫ് കടത്തലക്കുന്നേൽ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അന്നു അഗസ്റ്റിൻ, മുട്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ദേവസ്യ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഗ്ലോറി പൗലോസ്, NK ബിജു, തൊടുപുഴ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അജി PN, മുട്ടം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഡോളി രാജു, സൗമ്യ സാജമിൻ, അരുൺ ചെറിയാൻ പൂച്ചക്കുഴിയിൽ, ബിജോയ് ജോൺ, മാത്യു ജോസഫ്, ടെസി സതീഷ്, കുട്ടിയമ്മ മൈക്കിൾ, റിൻസി സുനീഷ്, ഷൈജ ജോമോൻ, റെജി ഗോപി, സാം വി ജോൺ, പ്രീതി CJ, ത്രേസ്യമ്മ EJ എന്നിവർ ആശംസകൾ നേർന്നു. മുട്ടം CHC ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരള AC സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസ് K മറ്റം നന്ദിയും പറഞ്ഞു. സ്നാനത്തിനായിട്ടു മാതാവു പോകുന്ന കാലത്തെ പാത്തു നിന്നൊരു നാൾ കണ്ടേയും കാലം വട്ടുള്ളകം പൂവിനാൽ വേഗത്തിൽ നോക്കിക്കൊണ്ടെങ്ങുമിങ്ങും. ന്യൂസ് ബ്യൂറോ, മുട്ടം. 63ാമത് ഇന്റർ പോളിടെക്നിക് കോളേജ് സോണൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചാമ്പ്യന്മാരായി. പാലാ പോളിടെക്നിക് കോളേജിലെ മനീഷ് M നായർ മാൻ ഓഫ് ദി സീരീസായും, മുട്ടം പോളിടെക്നിക് കോളേജിലെ സുഹേൽ മികച്ച ബാറ്റ്സ്മാനായും, മുരുകൻ മികച്ച ബൗളറായും തിരഞ്ഞെടുക്കപ്പെട്ടു. 63ാമത് ഇന്റർ പോളിടെക്നിക് കോളേജ് സോണൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് മുട്ടം പോളിടെക്നിക് കോളേജ് ചാമ്പ്യന്മാരായത്. പാലാ പോളിടെക്നിക് കോളേജിലെ മനീഷ് M നായർ മാൻ ഓഫ് ദി സീരീസായും, മുട്ടം പോളിടെക്നിക് കോളേജിലെ സുഹൈൽ മികച്ച ബാറ്റ്സ്മാനായും, മുരുകൻ മികച്ച ബൗളറായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്കുള്ള സമ്മാനദാനം മുട്ടം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മായാബെൻ, പാലാ പോളിടെക്നിക് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ ഡോക്ടർ അമൃതരാജ്, സോണൽ കൺവീനർ ശോഭന KR എന്നിവർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ ഓടയുടെ സ്ലാബ് തകർന്ന നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഇതുവരെ അധികൃതർ കണ്ടമിട്ട് വയ്ക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു.
മിക്കപ്പോഴും യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ടെന്നും അവർ പറഞ്ഞു. ഇതേ തുടർന്ന് ഓടയിൽ നീണ്ട കോൽ കുത്തി നിർത്തി യാത്രക്കാരുടെ രക്ഷയ്ക്കായി അടയാളം വെച്ചിരിക്കുകയാണ് നഗരവാസികൾ. ദിനംപ്രതി നിരവധി പേർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് തൊടുപുഴ മാർക്കറ്റ് റോഡിലെ ചന്തക്കുന്ന് റോഡ്. ഇതിന്റെ സമീപത്തുള്ള ഓടയുടെ സ്ലാബ് തകർന്നിട്ട് 3 മാസം പിന്നിടുന്നു. ഇതിനിടയിൽ പല പ്രാവശ്യം അധികാരികളുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. യാത്രക്കാർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ അപകടം പതിയിരിക്കുന്നത്. ഓടയിൽ വീണ് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ കൂടി വന്നപ്പോൾ കാൽനട യാത്രക്കാരുടെ രക്ഷയ്ക്കായി എതിരെ വരുന്നവർക്ക് കാണാവുന്ന നിലയിൽ നീണ്ട കോൽ കുത്തി നിർത്തി അടയാളം വെച്ചിരിക്കുകയാണ് നഗരവാസികൾ. എത്രയും പെട്ടെന്ന് ഓടയുടെ മുകളിൽ സ്ലാബിട്ട് സുരക്ഷ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ ബയോബിൻ സ്ഥാപിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു ബിബിൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷഫിയ ശിഹാബ് ബയോബിനിൽ എങ്ങനെ ഫുഡ് വേസ്റ്റ് നിക്ഷേപിക്കാമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തി. മാലിന്യ സംസ്കരണത്തിന് പുതിയ മാർഗങ്ങൾ സൃഷ്ടിച്ച് മാതൃകയായിരിക്കുകയാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സബ്സിഡി നിരക്കിൽ ലഭ്യമായ ബയോ ബിന്നുകളാണ് ഇവിടെ സ്ഥാപിച്ചത്. കുട്ടികൾക്കായി തയ്യാറാക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ബയോബിന്നിൽ സ്ഥാപിച്ച് ജൈവവളമാക്കി മാറ്റി സ്കൂൾ വളപ്പിൽ കൃഷി ചെയ്തിട്ടുള്ള ജൈവ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ഇത് നടപ്പാക്കിയത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു ബിബിൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഹെഡ്മാസ്റ്റർ KH സൈനുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് ബയോബിൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ഫുഡ് വേസ്റ്റ് നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്നും വിശദീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തി. ഇവിടെ ഒരു ഹോള് കണ്ടോ? ഈ ഹോളിലേക്ക് വെക്കുന്നതാണ് ഇത്. നമ്മൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഇതിനകത്തേക്ക് ചാടും, നിലത്ത് ചാടാത്ത രീതിയിൽ. അത് റഷീദൊക്കെ വെച്ച് കാണിച്ചു തരും കേട്ടോ. ഇത്രയും മനസ്സിലായോ ഒരു ഭാഗത്ത്? ഓക്കെ. വിദ്യാലയ വർഷാരംഭത്തിൽ തന്നെ പ്ലാസ്റ്റിക്, പേപ്പർ തുടങ്ങിയ വിവിധങ്ങളായ മറ്റു മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേകമായി ബിന്നുകൾ സ്ഥാപിച്ചിരുന്നതായി വാർഡ് മെമ്പർ പറഞ്ഞു. സ്കൂളിലെ മുഴുവൻ കുട്ടികളും SMC അംഗങ്ങളായ റഷീദ് കവലയ്ക്കൽ, സലീം അമ്പാടത്ത്, പാഴ്വസ്തു കലാകാരൻ രവീന്ദ്രൻ ചങ്ങനാട്ട്, അധ്യാപകരായ അൻസ, അഞ്ജു ജോർജ്, മേരി, ജിൻസി, ഫഹദ്, മേഘ, പ്രസന്നകുമാരി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ കിൻഡർ ഗാർഡൻ 1ാം ക്ലാസ് കുട്ടികളുടെ ഗ്രാൻഡ് പപ്പ ഗ്രാൻഡ് മമ്മ സംഗമം സംഘടിപ്പിച്ചു. 70 വയസ്സിലധികമുള്ള 30 മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രമുഖ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ആന്റണി മുനിയറ മുഖ്യ പ്രഭാഷണം നടത്തി. സ്നേഹവിരുന്നിന് ശേഷം ഗ്രാൻഡ് പേരൻസിന്റെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം പേരക്കുട്ടികൾ ഒരു ദിനം സരസ്വതി സ്കൂളിൽ എന്ന ആശയത്തെ മുൻനിർത്തിയാണ് തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ LKG, UKG 1ാം ക്ലാസ് കുട്ടികളുടെ ഗ്രാൻഡ് പപ്പ ഗ്രാൻഡ് മമ്മ സംഗമം നടത്തിയത്. 150ലധികം മുത്തശ്ശി മുത്തശ്ശന്മാർ പങ്കെടുത്തു. 70 വയസ്സിലധികമുള്ള 30 മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രമുഖ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. പണ്ട് നമ്മൾ പാലത്ത് അമ്പിളിമാമനെ കാണിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകളൊക്കെ പാടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ കൊച്ചുമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്
1 2 മൊബൈൽ ഫോണൊക്കെ ഇവരുടെ കൺമുന്നിൽ വെച്ച് ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. നമുക്ക് അവരെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ആകാശത്തെ അമ്പലിഭാവനെ കാണിച്ചിട്ട് കൊച്ചു വാവിളിക്കുമ്പോൾ ഭക്ഷണം കൊടുത്തിരുന്ന ആ കാലത്തല്ലല്ലോ ഇത് നമ്മുടെ കൊച്ചുമക്കൾ. ഒരു കാര്യം വ്യക്തമായി പറയാം, അച്ഛനേക്കാൾ അമ്മയേക്കാൾ മമ്മിയേക്കാൾ ഡാഡിയേക്കാൾ നമ്മളോടാണ് കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടം. ശരിയല്ലേ? ഞാനൊരു ഗ്രൈൻഡറിലാണ്. പ്രിൻസിപ്പൽ VN സുരേഷ്, സെക്രട്ടറി സുന്ദർ രാജൻ, TK ചന്ദ്രമോഹൻ, ഷീബ കുമാരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ലഘുഭക്ഷണത്തിനു ശേഷം ഗ്രാൻഡ് പേരൻസിന്റെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ സെൻട്രൽ പ്രവർത്തനം ആരംഭിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ലയൺസ് ക്ലബ് പ്രസിഡന്റ് AP ബേബി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുതിയ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടത്തി. ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ CG ശ്രീകുമാർ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ കേന്ദ്രമായി ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ സെൻട്രൽ എന്ന പേരിൽ പുതിയ ലയൺസ് ക്ലബ് രൂപീകരിച്ചു. അടിമാലി ലയൺസ് ക്ലബ് പ്രസിഡന്റ് AP ബേബിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സർവീസ് ചെയ്യുവാനായിട്ട് ഏറ്റവും അർഹതയായ ഒരു ഏരിയ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മീസ്. അപ്പോൾ അല്ലാതെ വലിയ വലിയ സർവീസ് കാര്യങ്ങളിലൊന്നും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല. തുടക്കക്കാർ എന്നുള്ള നിലയിൽ 20 മെമ്പേഴ്സ് കൂടി നിങ്ങളുടെ ഈ പ്രദേശത്ത് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള സർവീസ് തുടർന്നുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഇത്തവണ നമുക്കുള്ളത് മിഷൻ 1.5 എന്നുള്ളതാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൻ്റെ ലൈൻ നോക്കി സൂചിപ്പിച്ചു. 15 ലക്ഷം ലൈൻ മെമ്പേഴ്സ് 2027 ജൂൺ 30 ആകുമ്പോഴത്തേക്കും ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏറ്റവും സർവീസ് ചെയ്യാൻ മനസ്സിലുള്ള ലൈൻ മെമ്പേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രസ്ഥാനം. തീർച്ചയായിട്ടും അതിനെ ഈ 2 ക്ലബിനെയും വളരെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ CG ശ്രീകുമാർ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N നമ്പൂതിരി പുതിയ അംഗങ്ങളെ പ്രതിജ്ഞയെടുപ്പിച്ചു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. ലയൺ നേതാക്കളായ ജോർജ് സജു, KP പീറ്റർ, ആർക്കിടെക്ട് N നജീബ്, നോബി K സുദർശൻ, ഷാജു PV, ജോഷി കുര്യാച്ചൻ, ടെൻസിംഗ് പോൾ, വിൽസൺ അഗസ്റ്റിൻ, ഏലിയാസ് P മാത്യു, അഗസ്റ്റിൻ ജോസഫ്, പ്രദേശ് PV തുടങ്ങിയവർ പ്രസംഗിച്ചു. അഗസ്റ്റിൻ ജോസഫ് പ്രസിഡന്റ്, പ്രദേശ് PV സെക്രട്ടറി, പോൾസൺ മാത്യു ട്രഷറർ, ലവ്ലിൻ ജോസ്, അനൂപ് ഭാസ്കർ വൈസ് പ്രസിഡന്റുമാർ എന്നിവരാണ് ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് റിട്ടയർഡ് അധ്യാപകൻ തെക്കുംഭാഗം തൈക്കാട്ടിൽ പ്രൊഫസർ ജേക്കബ് ജോസ് നിര്യാതനായി. 82 വയസ്സായിരുന്നു. പിറവൻ തൈക്കാട്ടിൽ പരേതനായ ജേക്കബ് കത്തനാരുടെ മകനാണ്. ശനിയാഴ്ച വൈകുന്നേരം 3:30 സ്വവസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കാരം നടത്തും. ഭാര്യ ലീലാമ ഇത്തിത്താനം മണത്തുരുത്തിൽ കുടുംബാംഗം. മക്കൾ സ്വപ്ന സാം കാനഡ, പരേതനായ അനിൽ, സുനിൽ മർച്ചന്റ് നേവി, ദീപ എറണാകുളം, രാഹുൽ ഓസ്ട്രേലിയ. മരുമക്കൾ സാം ചമതയ്ക്കൽ, സ്മിത കാരക്കാട്ട്, ബിജു പാലക്കത്തടം, എയ്മി അവിരാംപുരത്ത്. അറക്കുളം കൊല്ലാലപ്പാറയിൽ പരേതനായ ലൂക്കായുടെ ഭാര്യ മേരിക്കുട്ടി നിര്യാതയായി. 95 വയസ്സായിരുന്നു.
മുൻ KSEB ജീവനക്കാരിയാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അറക്കുളത്തുള്ള KL ജോസഫിന്റെ വീട്ടിൽ ആരംഭിച്ച് അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയിൽ. പരേത കടുത്തുരുത്തി ഞീഴൂർ നെടിയകാലായിൽ കുടുംബാംഗം. മക്കൾ പെണ്ണമ്മ തോമസ്, KL ജോസഫ്, CPM ജില്ലാ കമ്മിറ്റി അംഗം, അറക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ലീലാമ സ്റ്റീഫൻ, മേരി ഗ്രേസി. മരുമക്കൾ ചാക്കോച്ചൻ, ലില്ലി ജയ, സണ്ണി കണിയാമ്പറമ്പിൽ, ഷൈനി മുതുപ്ലാക്കൽ, തങ്കച്ചൻ വരാച്ചേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ലക്ഷക്കണക്കിന് നാളികേര കർഷകരെ സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് ബെന്നി ബെഹനാൻ MP. തൊടുപുഴയിൽ KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10,000 അധ്യാപകർ പങ്കെടുത്ത പ്രകടനത്തെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിന്മേൽ പ്രതിഷേധം കനക്കുന്നു. ഇത് സംബന്ധിച്ച് മൂന്നാർ DFOയുടെ ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോസ് കറിയ പറഞ്ഞു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത്, സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കായി ഉണർവ് 2024 കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ ഓടയുടെ സ്ലാബ് തകർന്ന നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഇതുവരെ അധികൃതർ കണ്ടമിട്ട് വയ്ക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.